ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിയ കൈറ്റ്സ് ടോക്സ്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ് കേട്ടോ. എനിക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു തോട്ട് ഞാൻ പറയാം കേട്ടോ. അതായത് ടൈനി വൂൺസ്, ചെറിയ മുറിവുകൾ. ഇതൊന്നിപ്പോൾ സംസാരിക്കാൻ തോന്നിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ധന്യാവർമ്മന്റെ ഇന്റർവ്യൂസ് കാണുന്നവർക്കറിയാം. അതിൽ വരുന്ന സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഒരു കോൺഫ്ലിക്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്ക് പുറത്തേക്ക് വരും. ധന്യാവർമ്മന്റെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ മനുഷ്യന്മാർക്ക് വലിയ വലിയ ട്രോമകള് നമ്മൾ നേരിടും. കൂളായിട്ട് നമ്മൾ വളരെ ശക്തിയോടെ നേരിടും. പക്ഷെ നമ്മൾ എപ്പോഴും തളർത്തി കളയുന്നത്, നമ്മൾ എപ്പോഴും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ദാറ്റ് ഇസ് ടൈനി വൂൺസ് ആണ്. പിന്നെ ഈ ടൈനി വൂൺസ് കാര്യമായിട്ട് കയറുന്നത് നമ്മളെ കുട്ടിക്കാലത്തായിരിക്കും. ധന്യാവർമ്മന്റെ ഷോയില് വെറും വർഷ പറയുന്നുണ്ട്, അവൾക്ക് കുട്ടിക്കാലത്ത് കിട്ടാത്ത പല കാര്യങ്ങളും, അവൾ വിചാരിച്ചിട്ട് കിട്ടാത്ത പല കാര്യങ്ങളും, അത് സ്നേഹമായിരിക്കും. കാരണം നമ്മളെ സൊസൈറ്റി കുറച്ചൊരു അങ്ങനെ പ്രകടിപ്പിക്കാത്ത, സ്നേഹം പ്രകടിപ്പിക്കാത്ത കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ കയറി പറയില്ല. അത് പലർക്കും ചില കുട്ടികൾക്ക് അപ്പൊ അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ വെറും വർഷയ്ക്ക് ഒരുപാട് ബുള്ളിങ് ഏറ്റിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ഡോക്ടർ ബിന്നി ബിഗ് ബോസിലെ മറ്റേ അവളെ റൗണ്ടിൽ അവള് പറഞ്ഞിട്ടുണ്ട്. അവളെ അമ്മ എബ്രോഡായിരുന്നു, അവള് വളർന്നത് അമ്മയുടെ സിസ്റ്ററിന്റെ കൂടെ. അപ്പോൾ അവളിങ്ങനെ കരയാണ്. അതായത് സിസ്റ്ററിന്റെ കുട്ടിക്ക് അവര് ഭയങ്കര കെയർ കൊടുക്കും, അവൾക്ക് കൊടുത്തില്ല. ഇപ്പൊ ഫിഷോ അങ്ങനെ എക്സ്ട്രാ ഫുഡൊക്കെ ആണെങ്കിൽ ആ കുട്ടീനെ മാറ്റി നിർത്തി കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവള് കരയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ കുട്ടിക്ക് ചെറുപ്പത്തില് ഇതുകൊണ്ടുണ്ടായ ഒരു അവഗണന ഉണ്ടല്ലോ, അത് ഈ കുട്ടി ഇപ്പോഴും ഓർത്ത് കരയാണ്. പക്ഷെ വലിയ വലിയ അവിടുത്തെ ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ അവള് കൂളായി നിൽക്കും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഈ ഇത്തരത്തിൽ നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല. ഞാൻ പറയുന്ന നമ്മളെ കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വരുന്ന കുട്ടികൾ, നമ്മുടെ സിബ്ലിങ്സിന്റെ മക്കളോ, അങ്ങനെയാണല്ലോ നമ്മളായിട്ട് അടുപ്പുള്ള മക്കളുണ്ടാവുക, നമ്മളെ നൈബേഴ്സോ, ആര് തന്നെയാണെങ്കിലും നമ്മൾ പരിഹസിക്കാതിരിക്കുക. നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് കേൾക്കുക. കേട്ടാൽ മാത്രം മതി. അത് ചിലപ്പോൾ കേട്ടിട്ട് അവർക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ചെറിയൊരു ഉപദേശം കൊടുക്കുന്നതോ, അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു സ്പെഷ്യൽ ഫുഡ് കൊടുക്കുന്നതോ, അവരെ അവഗണിക്കാതിരിക്കുന്നതോ, അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ലൈഫ് ലോങ് ആ മക്കള് ഓർക്കുന്ന കാര്യങ്ങളായിരിക്കും. നമുക്ക് ചെറുപ്പത്തിൽ കാര്യങ്ങൾ ഒരിത്തിരി സ്നേഹം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും അവരെ വലിയ കാര്യമായിരിക്കും. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്താതിരിക്കുക. കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ അവരുടെ മനസ്സിൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി 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 അത് വലുതാവുമ്പോഴേക്ക് അവർക്ക് അത് വലിയൊരു വിഷമമായി മാറും.